Hi, I'm Femin Joseph. When I was in 12th standard, I was a student of Sheena Miss tuition class. Achieving full marks in maths was a goal that seemed distant and challenging at the start of the year. However, Sheena Miss, your dedication, unwavering support, and passion for teaching have turned this goal into reality. So I'm very proud to say that on 12th standard, I scored 199 out of 200. So thank you, Sheena Miss, for being such an excellent mathematics teacher. Thank you. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ 11th ഷീനാ മിസ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നത്. 10th വരെ എനിക്ക് മാത്സിന് കുറച്ച് മാർക്ക് കുറവായിരുന്നു. ലൈക്ക് കമ്പാരിറ്റീവ്ലി മറ്റേ സബ്ജക്റ്റായിട്ട് നോക്കുമ്പോൾ മാത്സിലായിരുന്നു മാർക്ക് കുറവ്. 11th ഷീനാ മിസ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്ത് പിന്നെ മിസ്സിൻ്റെ പഠിപ്പിക്കുന്ന രീതി, ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മാത്സ് എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് ആവാൻ തുടങ്ങി. ഇപ്പോൾ 12th കഴിഞ്ഞു എനിക്കിപ്പോൾ മാത്സിനാണ് കമ്പാരിറ്റീവ്ലി നല്ല മാർക്കുള്ളത്. ഞാൻ 10th ഷീനാ മിസ്സിന് അവിടെ ക്ലാസ്സിന് മാറ്റുന്നത്. അവിടെ ജോയിൻ ചെയ്തിരുന്ന മുന്നൊക്കെ എനിക്ക് മാർക്സ് നല്ലോണം കുറവായിരുന്നു. ലൈക്ക് 9th ഭയങ്കര ആവറേജ് മാർക്സ് ആയിരുന്നു. പിന്നെ മിസ്സിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് അവിടുത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ പിന്നത്തെ ടെസ്റ്റ് പേപ്പേഴ്സിനും എക്സാംസിനൊക്കെ എൻ്റെ മാർക്സ് ഇമ്പ്രൂവ് ആയി തുടങ്ങി. എൻ്റെ പേര് നിതിൻ. ഞാൻ ഷീന മാമിൻ്റെ 2023 ട്യൂഷൻ ബാച്ചിലാണ് ആദ്യമായിട്ട് കയറിയത് 12th സ്റ്റാൻഡേർഡിന്. ഞാൻ സ്റ്റാർട്ടിങ്ങൊക്കെ എനിക്ക് 12th സ്റ്റാൻഡേർഡിൽ അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് മാർക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഷീന മാമിൻ്റെ അടുത്ത് വന്നതോടുകൂടി എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നെ തന്നെ മാത്സിൽ. പിന്നെ മാമിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന രീതികളായാലും അതൊക്കെ എനിക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. മാമിൻ്റെ ഗൈഡൻസ് ആയാലും പിന്നെ എല്ലാ ബ്ലെസ്സിങ്സും എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്യൂഷൻ സെൻ്ററാണ്. താങ്ക് യു മാം. എൻ്റെ പേര് പ്രണവ്. ഞാൻ ഷീന മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് എൻ്റെ എക്സാമിന് 4 മാസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ മിസ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തപ്പോൾ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടുന്ന് ഞാൻ മിസ് തന്ന ഹോംവർക്കുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുകയും എല്ലാ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഞാൻ മിസ്സിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും മിസ് അത് എന്നെ വീണ്ടും ചെയ്യിപ്പിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്തത് കാരണം ഞാനൊരു ബിലോ ആവറേജിൽ നിന്നൊരു ഗുഡ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിലോട്ട് മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് ടെസ്റ്റുകളിലെല്ലാം നല്ല മാർക്കുകൾ കിട്ടുകയും എനിക്ക് മോഡൽസിനും നല്ല മാർക്ക് കിട്ടി. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ബോർഡ് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്തു. എനിക്കൊരു നല്ല മാർക്ക് തന്നെ ബോർഡ് എക്സാമിനും കിട്ടി. ഞാൻ ഷീനാ മിസ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തത് എൻ്റെ 10th ബോർഡ് എക്സാംസിന് മുന്നേ ആയിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എക്സാംസ് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായില്ല. പക്ഷേ ടീച്ചറിന് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എക്സാംസ് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് 10th ബോർഡ് എക്സാംസ് നല്ല മാർക്ക് കിട്ടി. ആ റീസൺ കൊണ്ട് തന്നെ ഞാൻ +1ഉം +2ഉം ടീച്ചറിനൊപ്പം തന്നെ പഠിച്ചു. ടീച്ചറിൻ്റെ 1-on-1 ലേണിംഗ് കൊണ്ട് തന്നെ എനിക്ക് +2 ബോർഡ്സിലും നല്ല മാർക്ക് കിട്ടി. 11th ജോയിൻ ചെയ്ത് മിസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ 10th കിട്ടിയതിനേക്കാളും ഒരു ബെറ്റർ മാർക്സ് 11th സ്കോർ ചെയ്യാൻ പറ്റി. പിന്നീട് ഒന്ന് 12th ആയിരുന്നു. 12th കുറച്ചും കൂടെ പാടായിരുന്നു കമ്പയർ ടു 11th and 10th. സോ 12th നമ്മൾ ഡെയിലി ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താലേ നമുക്കൊരു ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ബുക്കും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്തു. പിന്നെ മിസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റി 12th.